നിങ്ങളുടെ ഫോണിൽ ഡിസ്പ്ലേ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ചിപ്സെറ്റ് ഉണ്ട്, ക്യാമറ ഉണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ ബോക്സിൽ ചാർജറും കാണും. എന്നാൽ നിങ്ങളുടെ ഫോണിൽ ഈ ഫോണിലുള്ളതുപോലുള്ള ഫാൻ ഉണ്ടോ? യെസ്, അതായത് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഗെയിമിംഗ് ഫോൺസിൽ വരുന്ന ആ ഒരു കൂളിംഗ് ഫാൻ സെറ്റപ്പ് ഓപ്പോ അവരുടെ K13 ടർബോ സീരീസിൽ തന്നിട്ടുണ്ട്. ഇതാണ് ലേറ്റസ്റ്റ് ഓപ്പോ K13 ടർബോ പ്രോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൂളിംഗ് ഫാനും വെന്റും ഉള്ള ഒരു ഓപ്പോ ഫോൺ. അൺബിലീവബിൾ ആക്ച്വലി. ഇതിന്റെ ഒരു ഛോട്ടാ ബൈ, അതായത് നോൺ പ്രോ വേരിയന്റ് ഉണ്ട്, അതാണ് ഈ ഓപ്പോ K13 ടർബോ. വളരെ സിമിലർ ഫോൺസ് ആണ്, എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഈ K13 ടർബോ പ്രോ കാണാം, അതിനുശേഷം അവസാനം ഞാൻ ഈ K13 ടർബോ കാണിച്ചു തരാം, എന്നിട്ട് പറഞ്ഞുതരാം ഇവിടെയൊക്കെയാണ് വ്യത്യാസങ്ങൾ. വളരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, നോർമൽ ഓപ്പോ പാക്കേജിങ്ങിന് പകരം ഫോണിന്റെ ബാക്കിലുള്ള ഒരു ഗെയിമിംഗ് വൈബ് ഉണ്ടല്ലോ, അതുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് ബോക്സിനും കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് വെരി നൈസ് ആക്ച്വലി. എനിവേ, ഓപ്പൺ ചെയ്യാം. ഉള്ളിൽ ഫോണുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള TPU കേസ്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിങ് കേബിൾ ആൻഡ് ഫൈനലി ഒരു ബ്രഷും വരുന്നുണ്ട്. ഈ ഒരു ഫാനിന്റെ ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ്, പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ. ബ്രാൻഡ് ഓപ്പോ ആയതുകൊണ്ടാവും ഇപ്പോഴും ആക്ച്വലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഗെയിമിംഗ് വൈബ് കണ്ടില്ലേ, ബാക്കിൽ ഒരു ഭയങ്കര കട്ട് ഡിസൈൻ ഉള്ള, പിന്നെ ചെറിയ കളർ ഷെയ്ഡ് ഒക്കെ ഉള്ള ഡിസൈനാണ് ബാക്കിൽ തന്നിരിക്കുന്നത്. ഓക്കെ, 208 ഗ്രാമാണ് വെയിറ്റ്, 8.31 mm ആണ് തിക്നെസ്. സോ അബവ് ആവറേജ് വെയിറ്റും അബവ് ആവറേജ് തിക്നെസ്സുമായാണ് വരുന്നത്. സോ അതിന്റെ ഒരു വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ വെയിറ്റ് വരാനുള്ള കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്രഹ്മാണ്ഡ ബാറ്ററിയാണ്. അത് ഞാൻ ബാറ്ററി സെഗ്മെന്റിൽ പറഞ്ഞുതരാം. പോളി കാർബണേറ്റ് ആൻഡ് ഗ്ലാസ് ഫൈബർ ബിൽഡിലാണ് വരുന്നത്. 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. സിൽവർ നൈറ്റ്, അതാണ് നമ്മുടെ കയ്യിലുള്ളത്, പർപ്പിൾ ഫാൻറ്റം ആൻഡ് ബ്ലാക്ക് മാവറിക്. പക്ഷേ പർപ്പിൾ കളറിന്റെ വൈബും വേറെയാണ്. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. ഐ റിയലി ലൈക്ക് ദിസ് പർപ്പിൾ കളർ. ഐ റിയലി ലൈക്ക് ദിസ് പർപ്പിൾ കളർ. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ റൈറ്റിൽ വോളിയം റോക്കർ ഉണ്ട് ആൻഡ് പവർ ബട്ടൺ, പിന്നെ ആ എയർ പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള വെന്റ് ഉണ്ട്. മേളിൽ നോക്കുകയാണെങ്കിൽ നൈസ് IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ടോപ്പ് ഫയറിംഗ് സ്പീക്കർ സ്ലോട്ട് ആൻഡ് മൈക്ക്. ബോട്ടം നോക്കുകയാണെങ്കിൽ സിം സ്ലോട്ട് ഉണ്ട്, ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വന്നിരിക്കുന്നത്. മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കർ സ്ലോട്ട്. സോ ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈനിലാണ് വരുന്നത്. ഓക്കെ, എന്നാൽ ഇതിന്റെ എഡ്ജസ് അത്യാവശ്യം കർവ് ആക്കിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു ബോക്സി ഡിസൈനിന്റെ ആ ഒരു കുത്തലുണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ഫീൽ ആവില്ല. പിന്നെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്റ്റീവ് കൂളിംഗ് മാസ്റ്റർ ദ വിൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 3 സ്ട്രൈപ്സ് ഉണ്ട്. പിന്നെ ഈ പോർഷനിൽ ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. IPX6, X8, X9 ഈ 3 റേറ്റിംഗുമായാണ് വരുന്നത്. അതായത് വെള്ളം ഇതിനു വേണ്ടി സേഫ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കിയൊക്കെ എടുക്കാൻ പറ്റും. ഡസ്റ്റിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാത്തതിന്റെ കാരണം അറിയാലോ, ഇതിൽ മൂവിങ് പാർട്സ് ഉണ്ട്. ഈ ഫാൻ ഉള്ളതുകൊണ്ട് ഡസ്റ്റ് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ ആ ഡസ്റ്റൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് ആ ബ്രഷ് തന്നിരിക്കുന്നത്. പിന്നെ ഫാനിന് ചുറ്റും ഒരു RGB ബ്രീതിങ് ലൈറ്റ് തന്നിട്ടുണ്ട്. സെറ്റിംഗ്സിൽ കയറിയിട്ട് നമുക്ക് അതിന്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു സജഷൻ ഉണ്ടായിരുന്നു, അതായത് നമുക്കിത് ഒരു നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇൻകമിംഗ് കോൾസിന് വേണ്ടിയുള്ള സംഭവമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയുള്ള ഓപ്ഷനും അപ്ഡേറ്റിലൂടെ ഓപ്പോ കൊണ്ടുവരണം. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 4 ഈ ഓപ്പോ K13 ടർബോ പ്രോ വരുന്നത്. നമ്മൾ ഈ ഒരു ചിപ്സെറ്റ് ഓൾറെഡി ചില ഫോൺസിലേക്ക് കണ്ടതാണ്. കിടിലൻ ചിപ്സെറ്റ് ആണ്, പ്രത്യേകിച്ചും പെർഫോമൻസ് ഗെയിമിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വളരെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് ആണ്. റാം സ്റ്റോറേജ് രണ്ടും ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്, അതായത് UFS 4.0 ആണ് സ്റ്റോറേജ്, LPDDR5X ആണ് റാം. ഓക്കെ, ഞാൻ AnTuTu സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 2 മില്യൺ 2.1 മില്യൻ്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ് ഫോർ ദ പ്രൈസ് റേഞ്ച്. ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ BGMI ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നിങ്ങൾക്ക് 120 FPS ആസ്വദിക്കാൻ പറ്റും. ഓക്കെ, CODയിലും 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ, ഗെൻഷിൻ ഇമ്പാക്ട് നമുക്ക് വേണമെങ്കിൽ 60 FPS കളിക്കാൻ പറ്റും. ഫ്രാങ്ക്ലി എനിക്ക് ഈ 2 ഫോൺസും ഇന്നലെയാണ് കിട്ടിയത്, കാരണം ഈ യൂണിറ്റ്സ് ഒക്കെ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. സോ നമ്മുടെ കേരളത്തിൽ ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോഴൊക്കെ ലേറ്റ് ആയി പോകും. എനിക്ക് ഇന്നലെയാണ് കിട്ടിയത്. സോ എൻ്റെ ഒരു ഇനീഷ്യൽ ടെസ്റ്റിംഗ്, ഇനീഷ്യൽ യൂസിൽ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, 8S Gen 4 ഇസ് എ വെരി വെരി ഗുഡ് ചിപ്സെറ്റ്. പ്രത്യേകിച്ചും BGMI, COD, ഈവൻ ഗെൻഷിൻ ആണെങ്കിലും നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. 120 FPS ഒക്കെ നല്ലോണം തന്നെ പിടിച്ച് കളിക്കാൻ പറ്റുന്നുണ്ട്. അതായത് 115 FPS to 120 FPS വരെയുള്ള സ്റ്റെബിലിറ്റി ഈസിലി നമുക്ക് BGMI കിട്ടുന്നുണ്ട്. ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ നോർമൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ കിടന്ന് ഹീറ്റ് ആവുന്നു, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ എൻ്റെ ഇനീഷ്യൽ യൂസിൽ എക്സ്പീരിയൻസ് ചെയ്തില്ല. പിന്നെ ഈ മൊത്തം സെറ്റപ്പ് ഉണ്ടല്ലോ, ഈ ഫാനും വെന്റും, ഇതിനെ ഓപ്പോ വിളിക്കുന്നത് ഓപ്പോ സ്റ്റോം എൻജിൻ എന്നാണ്. ഓക്കെ, സ്റ്റോമിൻ്റെ അർത്ഥം ആ കൊടുങ്കാറ്റ് ബേസിക്കലി. ഓക്കെ, സോ ഇറ്റ്സ് വെരി നൈസ് ആക്ച്വലി. അതായത് ഇതിലൂടെ ഞാൻ പറഞ്ഞില്ല, ഇതിലൂടെ കാറ്റിങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മുടെ ചിപ്സെറ്റിനെ തണുപ്പിച്ച് ചൂട് കാറ്റ് ഇതിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകും. സോ ആ കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് ഇങ്ങനെ ഒരു ത്വര ഉണ്ടല്ലോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കി, കണ്ടില്ലേ. സോ ആ ടിഷ്യൂ പേപ്പറിന് ഈസിലി പറപ്പിക്കുന്നുണ്ട്, കണ്ടില്ലേ. സോ അത്യാവശ്യം കാറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് ആണ് തീക്കളി. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓ നൈസ്. സോ
അത്യാവശ്യം കാറ്റ് വീശുന്നുണ്ട്. പിന്നെ ഈ കൂളിംഗ് ഫാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്വിക്ക് ടോഗിൾസ് ഉണ്ടല്ലോ, ക്വിക്ക് ടോഗിൾസിൽ തന്നെ ഇങ്ങനെ ടേൺ ഓൺ ടേൺ ഓഫ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ സെറ്റിംഗ്സിൽ കയറി പോവാം. അതായത് ഇവിടെ കൂളിംഗ് ഫാൻ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ കണ്ട ഒരു സ്മാർട്ട് ഷിഫ്റ്റും ഫുൾ സ്പീഡും പിന്നെ ഓട്ടോ ലോഞ്ച് ഫോർ ഗെയിംസ്, അതായത് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കൂളിംഗ് സംവിധാനവും ആക്റ്റീവ് ആയിക്കോളും. പിന്നെ ഓട്ടോ ലോഞ്ച് ഇൻ ഔട്ട്ഡോർ മോഡ്. സോ ഓപ്പോ ഫോൺസിൽ വരുന്ന ഔട്ട്ഡോർ മോഡ് ഉണ്ടല്ലോ, അറിയാലോ, ആ ബ്രൈറ്റ്നസ് ഒക്കെ മൊത്തം ഫുൾ ആയിരിക്കും. ആ സമയത്ത് ഒരു പക്ഷേ ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. സോ എക്സ്ട്രാ കൂളിങ്ങിന് വേണ്ടി ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും. അതുപോലെ തന്നെ ചാർജ് ചെയ്യുമ്പോഴും അൾട്രാ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് എഫക്റ്റ് ഉണ്ട് കേട്ടോ. നൈസ്. സോ ഈ 4 എഫക്ട്സ് അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ കൂളിംഗ് ഫാൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഈ ഒരു സൗണ്ട് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. പിന്നെ നോർമലി ഓപ്പോ ഫോൺസിൽ വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഗെയിം മോഡ്, അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബാലൻസ് മോഡ്, ലോ പവർ മോഡ്, പ്രോ ഗെയിമർ മോഡ്, ഹൈ റിഫ്രഷ് റേറ്റ്, ടച്ച് റെസ്പോൺസ് ഒക്കെ നമുക്ക് കൂട്ടാൻ പറ്റും. ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ചാർജ് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചാർജിൽ കുത്തി വെച്ചുകൊണ്ട് കളിക്കാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാം, ഗെയിം ക്യാപ്ചർ ചെയ്യാം. സൈലൻറ്റ് ലോഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അത് നിങ്ങൾ ടേൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഗെയിമിലേക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗെയിമിൻ്റെ സൗണ്ടൊക്കെ മ്യൂട്ടായിരിക്കും. രാത്രിയൊക്കെ നമ്മൾ കളിക്കുമ്പോഴേ പെട്ടെന്ന് ടേ 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 ആ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ സൈലൻറ്റ് ലോഞ്ചിൻ്റെ ഫീച്ചർ. പിന്നെ ഒരു കാര്യം, നോർമലി വരുന്ന വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല അത്യാവശ്യം വലിയ സൈസുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ മേളിലാണ് ഈ പറഞ്ഞ കൂളിംഗ് ഫാനും എക്സോസ്റ്റ് ഒക്കെ വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള കളർവൈസ് 15 ആണ് കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ പ്രോമിസ് ആണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 3 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് കൊടുക്കേണ്ടതായിരുന്നു. ബാക്കി സോഫ്റ്റ്വെയർ ആനിമേഷൻ ഒക്കെ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വീണ്ടും പറയാം, ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന കളർവൈസ് 15ൻ്റെ സ്മൂത്ത്നെസ്സും ആനിമേഷൻസ് ഒക്കെ അടിപൊളിയാണ്. നല്ല സ്മൂത്ത് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഓപ്പോ തരുന്നത്. അത് ഏത് പ്രൈസ് റേഞ്ച് ആയിക്കോട്ടെ. പിന്നെ ബ്ലോട്ട്വെയർസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഈ ഫോണിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ബബിൾ ഷൂട്ടറും കാര്യങ്ങൾ ഗെയിംസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ എടുത്ത് കളയേണ്ടി വരും. പിന്നെ ഓപ്പോയുടെ ഡയലർ വരുന്നതുകൊണ്ട് ഈസിലി നിങ്ങൾക്ക് സൈലന്റ് കോൾ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ AI ഉപയോഗിച്ച് സമ്മറൈസും എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ സ്മാർട്ട് സൈഡ് ബാറിൽ ആ ഒരു AI വോയിസ് സ്ക്രൈബിന്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് യൂട്യൂബ് വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മലയാളം ക്യാപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു വീഡിയോയുടെ സമ്മറി വേണമെങ്കിൽ അതും കിട്ടും. പിന്നെ സ്ക്രീനിലുള്ള ടെക്സ്റ്റ് ഒക്കെ ഇതിലുള്ള AI സ്ക്രീൻ ട്രാൻസ്ലേറ്റ് ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. Wi-Fi 7, ബ്ലൂടൂത്ത് 5.4. എൻ്റെ ഇനീഷ്യൽ യൂസിൽ 5G കണക്ടിവിറ്റി ആണെങ്കിലും കോൾ ക്വാളിറ്റി ആണെങ്കിലും നെറ്റ്വർക്ക് റിസപ്ഷൻ അതൊക്കെ അടിപൊളിയാണ്. വോയിസ് NR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വെരി ഗുഡ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. അതായത് X ആക്സിസ് ലീനിയർ മോട്ടറാണ് തന്നിരിക്കുന്നത്. ഓപ്പോ അത് വളരെ നല്ലോണം ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 6.8 ഇഞ്ച് സൈസുള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു LTPS AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 1.5K ആണ് റെസൊല്യൂഷൻ. ഇറ്റ്സ് എ വെരി വെരി ഗുഡ് ഡിസ്പ്ലേ. പ്രത്യേകിച്ചും ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, നല്ല യൂണിഫോം ആൻഡ് സ്ലിം ബെസൽസുമായാണ് വരുന്നത്. നല്ല വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന ഡിസ്പ്ലേ ആണ്. കളർ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നെറ്റ്ഫ്ലിക്സിലും ഓപ്പോ HDR-ന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ കർവ് ഡിസ്പ്ലേസിൽ താല്പര്യമില്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഡിസ്പ്ലേ ഇഷ്ടപ്പെടും. ഇൻഡോർ ഔട്ട്ഡോർ നല്ല വെയിലുണ്ടെങ്കിലും എല്ലാം ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. സ്പ്ലാഷ് ടച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഭയങ്കരമായിട്ട് ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ കയ്യിൽ മൊത്തം വിയർപ്പായിരിക്കും, ഈ വിരലിലൊക്കെ. സോ ആ വിയർപ്പൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നല്ലോണം ഇത് ഡിറ്റക്ട് ചെയ്യും. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈവൻ 300% വരെയുള്ള അൾട്രാ വോളിയം മോഡൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7000 mAh ഒരു ബ്രഹ്മാണ്ഡ ബാറ്ററിയാണ് ഓപ്പോ ഈ ഒരു ഫോണിലിട്ട് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷനിൽ എനിക്ക് തോന്നുന്നു ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈസിലി നിങ്ങൾക്ക് ഈ ഫോൺ തരും. ബോക്സിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വളരെ ഫാസ്റ്റ് ആയിട്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 100% ചാർജ് ചെയ്യാൻ പറ്റും. 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഓക്കെ, സെക്കൻഡറി ക്യാമറ ഡെപ്ത് സെൻസർ ആണ്. സോ ബേസിക്കലി ഒരു ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. യെസ്, ഈ പ്രൈസ് പോയിന്റിൽ ഈസിലി നമുക്ക് ടെലിഫോട്ടോയും അൾട്രാവൈഡ് ക്യാമറയുള്ള ഫോൺസ് ഒക്കെ വരുന്നുണ്ട്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഓപ്പോണ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു ഒരു അൾട്രാവൈഡ് ക്യാമറ എങ്കിലും. പക്ഷേ ഇവിടെ ഒന്നും വരുന്നില്ല. മെയിൻ ക്യാമറ ഫോട്ടോ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഡീസെന്റ് പെർഫോമൻസ് ആണ്. സ്കിൻ ടോൺ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഓക്കെ ആണ്. 1x and 2x മോഡിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്. കട്ടൗട്ട് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും ഈവൻ സ്കിൻ ടോൺ ആണെങ്കിലും എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഞാൻ ചില സെൽഫി സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. സോ ആ ഒരു ഡീറ്റെയിൽസും ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. സോ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും നോക്കുമ്പോൾ എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോയുടെ പ്രയോറിറ്റി പെർഫോമൻസും ഗെയിമിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മെയിൻ ക്യാമറ വെച്ച് അത്യാവശ്യം നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും. 4K 60 FPS വരെയുള്ള വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെയിൻ ക്യാമറ. ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്.
ഇറ്റ്സ് ഗുഡ് ഫോർ ദ പ്രൈസ്. എന്നാൽ സെൽഫി ക്യാമറയിൽ നമുക്ക് മാക്സിമം 1080p 30fps വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ ഡീസൻറ്റ് സെൽഫി പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും 1080p റെസൊല്യൂഷനിൽ. ക്യാമറ ബേസ്ഡ് AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AI റീകമ്പോസിന്റെ ഫീച്ചറാണ്. അതായത് ഡിഫറെന്റ് ആസ്പെക്ട് റേഷ്യോയിലാക്കി തരും. അനാവശ്യമുള്ള ഓബ്ജക്ട്സ് എടുത്ത് മാറ്റാൻ പറ്റും. AI പെർഫെക്റ്റ് ഷോട്ട് ഉണ്ട്. അതായത് ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. AI എൻഹാൻസ് ക്ലാരിറ്റി, AI അൺബ്ലർ, AI റിഫ്ലക്ഷൻ റിമൂവർ, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ K13 ടർബോ ഒന്ന് പെട്ടെന്ന് നോക്കാം. സോ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ RGB ലൈറ്റിംഗ് ഉണ്ടല്ലോ, അത് ഇവിടെ കിട്ടൂല. ഓക്കെ, ഇവിടെ ഒരു ചെറിയ വട്ടം മാത്രം അവർ വരച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഫാനും എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ആ കൂളിംഗ് ഫാൻ സെറ്റപ്പ് ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. അതായത് സ്റ്റോം എഞ്ചിൻ ഉണ്ടല്ലോ, അത് ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് ടോപ്പും റൈറ്റ് ബോട്ടം ഇവിടെ ആ ഒരു പച്ച വര വരുന്നുണ്ട്. ബാക്കി ഫോണിന്റെ ഇൻഹാൻഡ് ഫീൽ ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും ബിൽഡ് ആണെങ്കിലും അത് എക്സാക്ട്ലി പ്രോ പോലെ തന്നെയാണ്. ഈ ഫോണും IPX6, X8, X9 സർട്ടിഫൈഡ് ആണ്. വൈറ്റ് നൈറ്റ്, പർപ്പിൾ ഫാൻറ്റം ആൻഡ് ബ്ലാക്ക് മാവറി കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. മീഡിയ ടെക്കിന് ഡയമൻസിറ്റി 8450 ചിപ്സെറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഓപ്പോയുടെ Reno 14 Proയിൽ കണ്ട ചിപ്സെറ്റ് ആണ്. LPDDR5X റാം ആൻഡ് UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ ആ ഒരു ഫോണിൽ 4.0 ആയിരുന്നു, ഇവിടെ UFS 3.1 ആണ്. ഏകദേശം 1.7 മില്യൺ ആണ് AnTuTu സ്കോർ. സോ ഈ ഒരു ചിപ്സെറ്റും അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്സെറ്റ് ആണ്, നോ ഡൗട്ട്. ഇവിടെ നമുക്ക് ഈസിലി BGMI ആണെങ്കിലും COD ആണെങ്കിലും 120 FPS ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. ആ സെയിം ഗെയിം മോഡും ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെയിം Android 15 ColorOS 15 ആണ് ഇവിടെയും വരുന്നത്. ആ പറഞ്ഞ AI ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 6 ആൻഡ് Bluetooth 5.4 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ Wi-Fi 7 ഉണ്ടായിരുന്നു. ബാക്കി IR ബ്ലാസ്റ്റർ ആണെങ്കിലും 5G ആണെങ്കിലും വോയിസ് ഓവർ NR ആണെങ്കിലും ഈവൻ ഹാപ്റ്റിക്സ് ആണെങ്കിലും, അതായത് ഈ ഫോണിലും Oppo X ആക്സിസ് ലീനിയർ മോട്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ നല്ല ഹാപ്റ്റിക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നമ്മൾ പ്രോയിൽ കണ്ട എക്സാക്ട്ലി സെയിം 6.8 ഇഞ്ച് സൈസുള്ള AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെയും വരുന്നത്. HDR10+ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ്. സോ പ്രോയിൽ കിട്ടുന്ന എക്സാക്ട്ലി സെയിം അതേ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഈ ഫോണിലും 7000 mAh ബ്രഹ്മാണ്ഡ ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. 80 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ വരുന്നത്. സോ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ്. നമ്മൾ പ്രോയിൽ കണ്ട സെയിം ക്യാമറ സെറ്റപ്പ്, അതായത് 50 മെഗാപിക്സലിന്റെ ആ സെയിം ക്യാമറയാണ് ഇവിടെയും വരുന്നത്. സെൽഫി ക്യാമറയും സെയിം 16 മെഗാപിക്സലിൻ്റെതാണ്. ഞാൻ ചില ഫോട്ടോ സാമ്പിൾസും പിന്നെ വീഡിയോ സാമ്പിൾസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ യെസ്, ഈ ഫോണിലും അൾട്രാവൈഡ് ക്യാമറ, ടെലിഫോട്ടോ ക്യാമറ ഒന്നും വരുന്നില്ല. മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 4K 60 FPS വരെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നാൽ സെൽഫി ക്യാമറയിൽ നമുക്ക് മാക്സിമം 1080p 30fps വരെയുള്ള സപ്പോർട്ടേ കിട്ടുന്നുള്ളൂ. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ആൻഡ് മെയിൻ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടർബോ പ്രോയിൽ കണ്ട ക്യാമറ AI ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഈ ഫോണിലും വരുന്നുണ്ട്. K13 ടർബോ പ്രോയുടെ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 34,999 രൂപ. അതായത് ഈ ഒരു ഫോൺ ഫസ്റ്റ് ഡേ വാങ്ങുന്നവർക്ക് 3000 റുപ്പീസിന്റെ ബാങ്ക് ഡിസ്കൗണ്ട് ഈടാക്കാം. അങ്ങനെയാണ് പ്രൈസ് 34,999 ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ K13 ടർബോയുടെ സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ് ആണ് 24,999 രൂപ. ഓഫേഴ്സും ഡീറ്റെയിൽസും പ്രൈസിംഗ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് ഓപ്പോ ഫോൺസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഡിഫറെന്റ് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.